ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂട്ടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂട്ടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. നമ്മുടെ 6 AM ക്ലാസ് ആക്ച്വലി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് തെറ്റിപ്പോയി. അതായത് നാളത്തെ ഡേറ്റിനാണ് രാവിലെ 6 AM വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത്. അത് എൻ്റെ എന്തോ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അല്ലേ? ആരും വേദനിക്കേണ്ട, സങ്കടപ്പെടേണ്ട. രാവിലെ പഠിക്കേണ്ട പോർഷൻ, അത് ഹിസ്റ്ററിയുടെ എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഇന്നത്തെ പഠിക്കുക. നാളെ 6 AM തന്നെ വീഡിയോ വരും കേട്ടോ. കാരണം ഓൾറെഡി ഐ ഷെഡ്യൂൾഡ് 6 AM വീഡിയോ. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഡേറ്റ് മിസ്റ്റേക്ക് വന്നു, അങ്ങനെ പറ്റിയതാണ്. 20 എന്നുള്ളത് ഞാൻ ചെയ്തു വെച്ച് 21 ആയിപ്പോയി. അപ്പം നാളെ രാവിലെ 6 AM തന്നെ വീഡിയോ ഉണ്ട്. അപ്പം ഇന്ന് പഠിക്കേണ്ടിയിരുന്ന ടോപ്പിക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഞാൻ വൈകുന്നേരത്തെ ക്ലാസ്സിന് മുൻപായിട്ട് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ്റെ ക്ലാസ് തരാം എന്ന് പറഞ്ഞു. എപ്പോൾ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ക്ലാസ്സിൽ. അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങൾ എഴുതാൻ പോകുന്ന 10th പ്രിലിമിനറിയിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഏരിയയാണ്. ഒന്നില്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണെങ്കിലും ഈ ഭാഗത്തു നിന്ന് 1 മാർക്ക് ഉറപ്പാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ലെച്ചൂസ് എഡ്യൂട്ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഒരുപാട് പേരുകളുടെ കൈകളിലേക്ക് എത്തിത്തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് കുട്ടികൾ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിയ കുട്ടികൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടു ബുക്ക് കിട്ടി എന്നുള്ള കാര്യം കണ്ടു. ബുക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം നമ്മൾ എക്സ്പ്ലനേഷനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഡിസംബർ 31-നകം ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും ലെച്ചൂസ് എഡ്യൂട്ടിപ്സിലൂടെ ലെച്ചൂസ് എഡ്യൂട്ടിപ്സിൻ്റെ വേറൊരു സംവിധാനം നമുക്കുണ്ട്. അതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സും ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും ജനുവരി 1 തൊട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബുക്കുകൾ പെട്ടെന്ന് വാങ്ങുക. കാരണം ബുക്ക് തീർന്നു തുടങ്ങുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ 31-ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബുക്ക് കിട്ടണമെന്നില്ല. സോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. ജനുവരി 1 തൊട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സാണ് കിട്ടുന്നത്. വേറെ എങ്ങും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്ലാസ്സോ ഓഫറോ ഒന്നും കിട്ടില്ല. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ് ലെച്ചൂസ് എഡ്യൂട്ടിപ്സിൻ്റെ ആപ്പിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പെയ്ഡ് കോഴ്സ് ആയിരിക്കും. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ളൊരു കോഴ്സ് നമുക്ക് ഒരിക്കലും യൂട്യൂബിലൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് പെയ്ഡ് കോഴ്സാണ്. അവിടെയും നമ്മൾ കമ്പയർഡ് ടു അതേഴ്സ് എന്ന് പറയാം, നമ്മൾ ലോ ഫീസാണ് വാങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നാലുടൻ തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നാലുടനെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഒരു അറിയിപ്പ് വരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ 8086137962 എന്ന വാട്സാപ്പ് നമ്പറിൽ ഞാൻ എപ്പോഴും അത് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നതുമായിരിക്കും കേട്ടോ. അപ്പം വീണ്ടും പറയുന്നു, ഇംഗ്ലീഷിൻ്റെ ബുക്ക് വേണ്ടവർ 8086137962 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. കോള് ചെയ്യണ്ട. ഞാൻ കോള് ചെയ്യണ്ട എന്ന് പറഞ്ഞാലും കുറേ പേരൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കൺമുമ്പിൽ പെടുന്ന കോള് ഞാൻ കട്ട് ചെയ്ത് കളയാറുമുണ്ട്. അപ്പം നിങ്ങളോടല്ലേ പറയുന്നത്, വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒത്തിരി സമയം നഷ്ടം വരുന്നത്. അതുകൊണ്ടാണ് ഈ കോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. വാട്സപ്പ് ആകുമ്പോൾ നമ്മൾ ഒന്ന് ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ കൊടുത്തു പോകാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങൾ പഠിച്ച സ്ഥിതിക്ക് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഇതിനെ രണ്ടിനെയും കൂടി നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റും. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം, അതിനോടൊപ്പം തന്നെ കമ്പയർ ചെയ്ത് ഇതിനെ പഠിക്കുക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11-നാണ്. വിത്ത് ഡേറ്റ് ആയിട്ടും വിത്തൗട്ട് ഡേറ്റ് ആയിട്ടും PSC ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്കുള്ള എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11-നാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്ന എവിടാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതായിരുന്നു? മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ നമുക്ക് സുഖമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു പോവുക. അതായത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു സൈഡിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, തൊട്ടപ്പുറത്ത് ഒരു നടുക്കൊരു കോളം പോലെ അല്ലെങ്കിൽ ഒരു വര വരയ്ക്കോ ഒരു കോളം പോലെ ആക്കി ഇടുകയൊക്കെ ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇടുക. അപ്പോൾ ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രൂപീകരിക്കപ്പെട്ട വർഷം കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചർ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും.
പിന്നെ നമുക്കിതിൻ്റെ അതായത് അംഗങ്ങളുടെ കാലാവധി കമ്പയർ ചെയ്ത് പഠിക്കാം. അതുപോലെ ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ചെയർമാനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിച്ചു നോക്കുക. മക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് അല്ലേ. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, മറ്റ് 2 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ 3 അംഗങ്ങളാണ് എന്തുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ വരുന്നത്. ഒരു ചെയർമാനും മറ്റു 2 അംഗങ്ങളും. എന്താണ് ചെയർമാൻ ആകേണ്ട യോഗ്യത അല്ലെങ്കിൽ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ജഡ്ജോ പദവി വഹിച്ച ആളായിരിക്കണം എന്താ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകുന്നത്. ഓർത്തു വയ്ക്കുക, ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഏതാണ്? എക്സ് ആണ്. അപ്പോൾ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ജഡ്ജോ, അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് പദവിയോ വഹിച്ച ആളായിരിക്കാം എന്താ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ 2 അംഗങ്ങളുണ്ട്. അതിൽ ഒരംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ 7 വർഷം ഇപ്പൊ കേരള സംസ്ഥാനം ആയതുകൊണ്ട് കേരള സംസ്ഥാനത്തിനകത്തെ ജില്ലാ ജഡ്ജോ പദവി വഹിച്ച വ്യക്തി ആയിരിക്കാം ഏതാ ഒരംഗം. ഇനി 2ാമത്തെ അംഗം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അറിവോ പ്രായോഗിക പരിജ്ഞാനമുള്ളതോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം 2ാമത്തെ അംഗങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് പോണതിന് മുമ്പ് എപ്പോഴും ഇപ്പം നമ്മുടെ ക്ലാസ് എത്ര കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാം ഹാളിൽ പോണതിന് മുമ്പായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് നോക്കണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നും നോക്കിയേക്കണം കേട്ടോ. കാരണം അതെല്ലാം കറണ്ട് റിലേറ്റഡ് ഈവന്റ് വരുന്നതാണ്. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിക്കോണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കാലാവധിയുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ അംഗങ്ങൾക്ക് 70 വയസ്സ് തികയുന്നത് വരെ. അതായത് ചെയർമാനും മറ്റംഗങ്ങൾക്കും ആദ്യം തികയുന്നത് 70 വയസ്സാണെങ്കിൽ അതുവരെ, അതല്ല എങ്കിൽ അവർ റിട്ടയർഡ് ആവുന്ന സമയത്ത് അവർക്കൊരു 68 വയസ്സൊക്കെ ഉള്ളെങ്കിൽ 3 വർഷം വരെ. അപ്പോൾ 3 വർഷം അല്ലെങ്കിൽ അംഗങ്ങൾക്ക് 70 വയസ്സ് തികയുന്നത് വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ ഇവരെ നിയമിക്കുന്നത്. ആ കമ്മിറ്റിയിൽ അധ്യക്ഷൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. പിന്നെ ആഭ്യന്തരമന്ത്രി അതിലെ അംഗമായിരിക്കും. അതുപോലെ തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇതിലെ അംഗമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരാളും കൂടിയുണ്ട്, അതാരാണ്? സ്പീക്കർ അല്ലേ. അപ്പോൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, പിന്നെ ആഭ്യന്തരമന്ത്രി. ഇത്രയും പേര് അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അവർക്ക് തൽസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. എന്നാൽ ഇവരുടെ പേരിൽ എന്തെങ്കിലും നടപടി ദൂഷ്യമോ പെരുമാറ്റ ദൂഷ്യമോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അതറിഞ്ഞു വെക്കണം. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക്, തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഇനി നമ്മൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുമ്പോൾ ഓർത്തു വയ്ക്കുക, കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണറായിരുന്നു ജസ്റ്റിസ് MM പരീത് പിള്ള. ഓക്കെ, ജസ്റ്റിസ് MM പരീത് പിള്ള. നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് S മണികുമാർ ആണ്. ഓക്കെ, ജസ്റ്റിസ് S മണികുമാർ. അപ്പം ഇത്രയും കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായി മക്കളെ പഠിക്കുന്ന സമയത്ത് വീണ്ടും പറയുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല തറവായിട്ടിരിക്കും, തലയിൽ നിന്ന് സാധനം പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈവനിങ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.